ഹായ് സ്റ്റുഡൻസ്, എല്ലാവരും 10ാം ക്ലാസ്സിന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ +1 ക്ലാസ് അല്ലെങ്കിൽ 11ാം ക്ലാസ്സിലേക്ക് കടന്ന് ചെല്ലേണ്ട സാഹചര്യമാണ്. നമുക്കറിയാം 11ാം ക്ലാസ് എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 3 വിഭാഗങ്ങൾ, അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷണലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ക്ലാസ്സാണ് 11ാം ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ 11ാം ക്ലാസ് എന്ന് പറയുന്നത് 3 വിഭാഗങ്ങളായാണ് തിരിയുന്നത്. ഒന്ന് സയൻസ്, ഒന്ന് ഹ്യൂമാനിറ്റീസ്, ഒന്ന് കൊമേഴ്സ്. അപ്പൊ ഏത് 3 വിഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പൊ സയൻസിനെ സംബന്ധിച്ചിടത്തോളം സയൻസിൽ ബയോളജി സയൻസും കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന 2 വിഭാഗങ്ങളുണ്ട്. അതുപോലെ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്. അപ്പോൾ ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാം, 4 വിഭാഗങ്ങളായിട്ട് തന്നെ പറയാം. അപ്പൊ നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സയൻസിനും കൊമേഴ്സിനും, അതായത് ബയോളജി സയൻസിനും കമ്പ്യൂട്ടർ സയൻസിനും കൊമേഴ്സ് വിദ്യാർത്ഥികൾക്കും പ്രയോജനമായിട്ട് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് മാത്തമാറ്റിക്സ്. അപ്പോൾ മാത്തമാറ്റിക്സിനെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കറിയാം 10ാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം മാത്തമാറ്റിക്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ബുദ്ധിമുട്ടേറിയ ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞു ക്ലാസ് മുതലേ നമ്മൾ എന്ത് ചെയ്യുന്നു, മനസ്സിൽ കരുതി വെച്ചേക്കുന്ന ഒരു കാര്യമുണ്ട്, മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. ഓക്കെ, +1ലേക്ക് വരുമ്പോൾ നമുക്ക് +1 മുഴുവൻ 16 ചാപ്റ്റേഴ്സ് ആണുള്ളത്. മൊത്തത്തില് 16 ചാപ്റ്റേഴ്സ് ഒറ്റ പുസ്തകമായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പൊ ഈ 16 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ മറ്റേത് വിഷയത്തെക്കാളും നമുക്ക് 80 മാർക്കിനാണ് പരീക്ഷ. 80 മാർക്കിന് 80 മാർക്കും സ്കോർ ചെയ്യാൻ കഴിയുന്ന വിഷയമാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 16 ചാപ്റ്റേഴ്സ് വളരെ എന്ത് ചെയ്യാം, നമുക്ക് ഈസിയായി പഠിച്ചു കഴിഞ്ഞാൽ 80 മാർക്കിന് 80 മാർക്ക്, അതായത് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ 16 ചാപ്റ്റേഴ്സിലെ ഏറ്റവും ഫസ്റ്റ് ചാപ്റ്ററായ സെറ്റ്സ് എന്ന് പറയുന്ന പാഠഭാഗത്തെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോ എന്താണ് സെറ്റ്സ്? സെറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഒരു കൂട്ടം അല്ലെ. അപ്പൊ എന്തിന്റെ കൂട്ടം? അതായത് നമുക്ക് സെറ്റിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം, സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്. അപ്പൊ നമ്മൾ ആര് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, വാട്ട് ഈസ് എ സെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്. അതായത് ഓബ്ജക്റ്റുകളുടെ വെൽ ഡിഫൈൻഡ് കളക്ഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെറ്റ്സ് എന്ന് പറയുന്നത്. ഒരിക്കലും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല വാട്ട് ഈസ് എ സെറ്റ് അല്ലെങ്കിൽ ഡിഫൈൻ എ സെറ്റ് എന്നൊരിക്കലും നമുക്ക് ചോദിക്കത്തില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. നമ്മൾ ആരെങ്കിലും ചോദിക്കണം, നമ്മൾ പഠിച്ച ആദ്യ പാഠഭാഗമാണ് സെറ്റ്സ്. അപ്പൊ എന്താണ് സെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന നമ്മുടെ മാത്തമാറ്റിക്സ് ആദ്യത്തെ ഡെഫിനിഷൻ ആണ് എന്താണ്, വാട്ട് ഈസ് എ സെറ്റ്. അപ്പൊ നമ്മൾ എന്ത് പറയും, സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്. അതായത് ഓബ്ജക്റ്റുകളുടെ കളക്ഷൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ മാത്തമാറ്റിക്കലി നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എന്ത് ചെയ്യുന്നു, മലയാളം മീഡിയം കഴിഞ്ഞ് വന്നവർ കാണും, ഇംഗ്ലീഷ് മീഡിയം കഴിഞ്ഞ് വന്നവർ കാണും. അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ മാത്തമാറ്റിക്സിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, കുറച്ച് ഇംഗ്ലീഷിലേക്ക് മാറ്റണം. നമ്മളെ ടേമുകളും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യും, ഇംഗ്ലീഷിലേക്ക് പോകേണ്ടി വരും. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിനും മലയാളം മീഡിയത്തിനും ഒരുപോലെ പോകുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, നമ്മൾ മലയാളം മീഡിയം പഠിച്ചു വന്നവര് ടേമുകൾ കുറച്ച് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ കാണാതെ പഠിച്ചു വെക്കേണ്ട സാഹചര്യമുണ്ട്. അത് മുന്നോട്ട് തന്നെ കൊണ്ടുപോവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, സെറ്റിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എണ്ണൽ സംഖ്യയുടെ കേസ് പറഞ്ഞു. എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ്. നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സ് 1, 2, 3, 4, 5 എക്സെട്ര. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയാം. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെ, ഒരു സെറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. റെപ്രസെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ ഒരു കേർലി ബ്രാക്കറ്റിനകത്തായിരിക്കും. ഇൻ ബിറ്റ്വീൻ ഒരു കേർലി ബ്രാക്കറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, 1, 2, 3, 4, 5 എക്സെട്ര നമ്മൾ എന്ത് ചെയ്തു, ഒരു സെറ്റിനകത്ത് റെപ്രസെന്റ് ചെയ്തു. എന്തിനെ, നാച്ചുറൽ നമ്പേഴ്സിനെ. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മളൊരു സെറ്റിനകത്ത് റെപ്രസെന്റ് ചെയ്തപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, സെറ്റ് ഓഫ്
നാച്ചുറൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നാച്ചുറൽ നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സെറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ എലമെന്റ്സ്, ഇതിനെ ഓരോ ആളെയും നമ്മൾ എന്ത് ചെയ്യും? സെറ്റിന്റെ എലമെന്റ് എന്ന് പറയും. ഇതൊരു എലമെന്റ്, രണ്ടെന്ന് പറയുന്നത് മറ്റൊരു എലമെന്റ്, മൂന്നെന്ന് പറയുന്നത് മറ്റൊരു എലമെന്റ്, അല്ലെ? അപ്പൊ ഈ എലമെന്റുകളെല്ലാം എന്ത് ചെയ്യുന്നു? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നമുക്ക് ഒരു കാരണം എന്താണ്? ഏതൊരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യില്ല? നാച്ചുറൽ നമ്പേഴ്സ് മാറത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനൊരു ഫണ്ടമെന്റൽ ആയിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? എൻ എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ മുന്നോട്ട് പഠിച്ചു പോകുമ്പോൾ സെറ്റ് ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ ആലോചിച്ചോളുക എന്ത് ചെയ്യുന്നു? എൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് എൻ എന്ന് പറയുന്ന ലെറ്റർ ഞാൻ എഴുതിയപ്പോ സ്മോൾ ലെറ്റർ എഴുതിയില്ല, പകരം എന്താണ് എഴുതിയത്? ക്യാപിറ്റൽ ലെറ്റർ. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നെയിം ഓഫ് എ ലെറ്റർ, നെയിം ഓഫ് എ സെറ്റ് ഈസ് ഓൾവേസ് റെപ്രസെന്റഡ് ഇൻ ക്യാപിറ്റൽ ലെറ്റർ. അതായത് ഏതൊരു സെറ്റിന്റെയും പേരെന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തിലായിരിക്കും? ഒരു ക്യാപിറ്റൽ ആൽഫബറ്റിലായിരിക്കും സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓരോ സെറ്റിന്റെയും സ്റ്റാർട്ടും എൻഡും, അതായത് അതിനകത്തുള്ള എലമെന്റ് എന്ന് പറയുന്നത് എന്തിനായിരിക്കും? ഇൻ ബിറ്റ്വീൻ എ കേർലി ബ്രാക്കറ്റ്. ഒരു ഓപ്പൺ കേർലി ബ്രാക്കറ്റ് ഉണ്ടാവും, ഒരു സ്മോൾ ക്ലോസ്ഡ് കേർലി ബ്രാക്കറ്റ് ഉണ്ടാകും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഓരോ ലെറ്ററിനും ഇടയിൽ എന്തുണ്ടാകും? കോമ ഉണ്ടാകും. അതായത് ഓരോ ലെറ്ററിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? കോമാസ് ഉപയോഗിച്ചുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് സെറ്റ്? നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാലോ, എന്താണ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജെക്ട്സ്. സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജെക്ട്സ്. ദെൻ മൂന്നാല് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് നെയിം ഓഫ് എ സെറ്റ് ഈസ് ആൾവേസ് ആൻ ആൽഫബറ്റ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ആൽഫബറ്റ് ആയിരിക്കും. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻ ബിറ്റ്വീൻ എ കേർലി ബ്രാക്കറ്റ്. കേർലി ബ്രാക്കറ്റിന് ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. ദെൻ എലമെന്റ്സ്, എന്താണ് എലമെന്റ്സ് എന്ന് പറഞ്ഞു? ഓരോ ആളെയും നമ്മൾ എന്ത് ചെയ്യുന്നു? എലമെന്റ്സ് എന്ന് വിളിക്കുന്നു. ഈ എലമെന്റ്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റഡ് ബൈ എ കോമ. കോമ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്യുന്നു. നമ്മളിവിടെ എൻ എന്ന് പറയുന്ന ഒരാളെ പറഞ്ഞു. എന്തായിരിക്കും? ഫണ്ടമെന്റൽ എന്ന് പറയുന്ന പോലെ എൻ ഈസ് ആൾവേസ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. മറ്റൊരു എക്സാമ്പിൾ എഴുതുകയാണ്. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എ കോമ ബി കോമ സി. മൂന്ന് കാര്യങ്ങളെ പറഞ്ഞോളൂ. എയും ബിയും സിയും. ഇതിനകത്ത് എത്ര എലമെന്റേ ഉള്ളൂ? 3 എലമെന്റേ ഉള്ളൂ. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല എന്താണ് ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന കാര്യം. ഇംഗ്ലീഷ് ആൽഫബറ്റ് വരണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടാകണം? 26 ആൽഫബറ്റും ഇതിനകത്ത് ഉണ്ടാകണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നെയിം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. ദെൻ ഇതിനകത്ത് എന്തുണ്ടാവണം? ഓപ്പണിംഗും എൻഡിങ് എന്ന് പറയുന്നത് കേർലി ബ്രാക്കറ്റ് ഉണ്ടാകും. ദെൻ അടുത്ത കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? എലമെന്റ്സ് ആർ സെപ്പറേറ്റഡ് വിത്ത് കോമാസ്. എലമെന്റ്സ് ആർ സെപ്പറേറ്റഡ് വിത്ത് കോമാസ്. ദെൻ അടുത്ത ഒരു കണ്ടീഷൻ പഠിക്കുകയാണ്. വരുന്നത് ലെറ്റേഴ്സ് ഓഫ് അല്ലെങ്കിൽ ആൽഫബറ്റുകളാണെങ്കിൽ എലമെന്റ്സ് ആൾവേസ് എന്തായിരിക്കും? സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കും. നമ്മൾ എലമെന്റ്സ് ആയിട്ട് സൂചിപ്പിക്കുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? സ്മോൾ ലെറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. വ്യത്യസ്തമായിട്ട് എന്താണ്? എലമെന്റ്സ് ആർ സെപ്പറേറ്റഡ് വിത്ത് കോമാസ് ആൻഡ് എലമെന്റ്സ് ആർ ആൾവേസ് സ്മോൾ ലെറ്റേഴ്സ്. ഇനി ഇവിടെ വരുന്ന രണ്ട് കാര്യങ്ങൾ, സെപ്പറേറ്റ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ എന്ന് പറയുന്നത് 1 2 3 4 5 എക്സെട്ര. അതായത് എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. നമുക്കറിയാം എണ്ണൽ സംഖ്യകൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അവിടെ എന്ത് ചെയ്യുന്നില്ല? ടു ദി ഇൻഫിനിറ്റി എന്ത് ചെയ്യുന്നു? അനന്തതയിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചേക്കുന്നത്, അല്ലെ? അതായത് നമുക്കൊരു എൻഡിങ് പോർഷൻ ഇല്ല. അപ്പൊ എൻഡിങ് പോർഷൻ ഇല്ല എങ്കിൽ നമ്മൾ അത്തരം സെറ്റുകളെ വിളിക്കുന്ന പേരാണ് ഇൻഫൈനൈറ്റ്. ഫൈനൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നത്. അതായത് നമുക്ക് എന്ത് ചെയ്യാം? എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത സെറ്റുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇൻഫൈനൈറ്റ് സെറ്റുകൾ. ദെൻ ഇവിടെ എന്ന് പറയാൻ നമുക്കറിയാം ഇതിനകത്ത് 3 ലെറ്റേഴ്സേ ഉള്ളൂ. ഏതൊക്കെയാണ്?
എ ബി സി. അപ്പൊ എത്ര എലമെന്റ് ഉണ്ട് ഇതിനകത്ത്? 3 എലമെന്റ്. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്നുണ്ട്. അപ്പൊ അത്തരം സെറ്റുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫൈനൈറ്റ് സെറ്റ്. നമ്മുടെ പേര് പോലെ തന്നെയാണ് ഫൈനൈറ്റും ഇൻഫൈനൈറ്റും. അതായത് നമുക്ക് അതിനകത്ത് എലമെന്റ് എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? ഫൈനൈറ്റ് സെറ്റ് എന്നും. നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന്. അപ്പൊ 2 സെറ്റുകളെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്, ഫൈനൈറ്റ് സെറ്റും ഇൻഫൈനൈറ്റ് സെറ്റ്. അപ്പൊ സെറ്റുകളെ പഠിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു പറയാം. ഇത്രയൊക്കെയാണ്. ഒന്നെന്ന് പറയുന്നത് the name of a set is always a capital letter. ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് ഓരോ സെറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? റെപ്രസെന്റ് ചെയ്യുന്നത്. Then the elements of set is in between the എന്താ കേർലി ബ്രാക്കറ്റ്. കേർലി ബ്രാക്കറ്റിന് ഇടയിലായിരിക്കും ഇതെന്ന് പറയുന്നത് ഓരോ എലമെന്റുകൾ എന്ന് പറയുന്നത്. എലമെന്റ്സ് ആർ സെപ്പറേറ്റഡ് വിത്ത് കോമാസ്. എലമെന്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെപ്പറേറ്റ് ചെയ്യുന്നത് കോമാസ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. The elements are എന്തായിരിക്കും? ക്യാപിറ്റൽ ക്യാപിറ്റൽ അല്ല, സ്മോൾ ലെറ്റേഴ്സ്. എന്തായിരിക്കും? സ്മോൾ ലെറ്ററുകളായിരിക്കും എന്ന് പറയുന്നത് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞു. എന്ത് പറഞ്ഞു? വാട്ട് ഈസ് ഇൻഫൈനൈറ്റ് സെറ്റ്, വാട്ട് ഈസ് ഫൈനൈറ്റ് സെറ്റ്. എന്ത് ചെയ്യുന്നു? എന്താണ് ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞു. എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തവയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻഫൈനൈറ്റ് എന്നും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തവയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫൈനൈറ്റ് എന്നും പറയുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അടുത്തതായി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ തൊട്ടു മുന്നേ എന്ന് പറയുന്ന ലെറ്റർ എവിടെ കണ്ടു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് പറയണമെന്ന് പറഞ്ഞു അല്ലെ. അതായത് n is equal to സെറ്റ് ഓഫ്. നമുക്കറിയാം സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴും എന്തായിരിക്കും? കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, 1, 2, 3, എക്സെട്ര. അതായത് എക്സെട്ര വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? എൻഡിങ് ആളില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനെ ഇൻഫൈനൈറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അതായത് n എല്ലായ്പ്പോഴും നമ്മുടെ സെറ്റുമായി ബന്ധപ്പെട്ട് എവിടെ n കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? n is a set of natural numbers. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഫണ്ടമെന്റലി പഠിച്ചു വെക്കേണ്ട കുറച്ച് ലെറ്റേഴ്സ് കൂടിയുണ്ട്. അതിലൊന്നാണ് ആരെന്ന് പറയുന്നത്? Z എന്ന് പറയുന്നത്. Z എന്ന് പറയുന്നത് റെപ്രസെന്റിങ് സെറ്റ് ഓഫ് ഇന്റിജേഴ്സ്. അപ്പൊ എന്താണ് ഇന്റിജർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. അതായത് നമ്മുടെ നാച്ചുറൽ നമ്പരും സീറോയും നെഗറ്റീവ് നമ്പേഴ്സും ഉൾപ്പെടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റിജേഴ്സ്. അതായത് എന്താണ്? -2, -1, 0, 1, 2 എക്സെട്ര. അതായത് -2 പിന്നിലേക്ക് നമ്പേഴ്സ് ഉണ്ട്, എന്താണ്? +2 മുന്നിലേക്ക് നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അതായത് നമ്പർ നാച്ചുറൽ നമ്പേഴ്സിന് നമ്മൾ എന്താണ് എക്സ്ട്രാ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആര്? 0, നെഗറ്റീവ് നമ്പേഴ്സും അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇന്റിജേഴ്സ്. നമ്മൾ എവിടെ കണ്ടു കഴിഞ്ഞാലും സെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയാ? സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് ആണെന്ന് പറയുക. തൊട്ടടുത്താണെന്ന് പറയുന്നത് ക്യൂ. എന്താണ്? ക്യൂ റെപ്രസെന്റ് ദ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. എന്താണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സേ ഫ്രാക്ഷൻ. ഫ്രാക്ഷൻ മീൻസ് ഭിന്നസംഖ്യകൾ. അതായത് അംശത്തോടും ഛേദത്തോടും കൂടിയ സംഖ്യകൾ. അതായത് ന്യൂമറേറ്റർ ഉണ്ടാകും, ഡിനോമിനേറ്ററും ഉണ്ടാകും. പക്ഷെ ഒരു കണ്ടീഷൻ നമ്മളിവിടെ പറയും. എന്താണ്? വാട്ട് ഈസ് എ റാഷണൽ നമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കും. എന്താണ്? റാഷണൽ നമ്പർ ഈസ് എ നമ്പർ which can be represented in the form of a by b. എന്താണ്? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും can be represented in the form of a by b where ആ രണ്ട് കണ്ടീഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റാഷണൽ നമ്പേഴ്സിന് ഫ്രാക്ഷൻസിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? ഡിഫർ ചെയ്യുന്നത്. അതായത് a not is equal to b എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, not is equal to എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും ഒന്നും ആകാൻ പാടില്ല, ഒരിക്കലും തുല്യമാകാൻ പാടില്ല. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എ ആൻഡ് ബി ഹാസ് നോ അല്ലെങ്കിൽ ഹാവ് നോ കോമൺ ഫാക്ടർ. എന്ത് വരാൻ പാടില്ല? എയിലും ബിയിലും ഒരിക്കലും എന്ത് വരാൻ പാടില്ല? കോമൺ ഫാക്ടർ വരില്ല. അപ്പോ അത്തരം നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ആരെന്ന് പറയുന്നത്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ദെൻ അതിനകത്ത് എന്തുണ്ടാവാം? നെഗറ്റീവ് ഉണ്ടാകാം, പോസിറ്റീവ് ഉണ്ടാകാം. ദെൻ അടുത്തത് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിന്റെ മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കൽ എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാകും. രേഖീയ സംഖ്യകൾ. എന്താണ് രേഖീയ സംഖ്യകൾ? അല്ലെങ്കിൽ
റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള എല്ലാ സംഖ്യകളെയും, അതായത് ഈ നാച്ചുറൽ നമ്പറിനെയും ഇന്റിജേഴ്സിനെയും ഫ്രാക്ഷൻസിനെയും റാഷണൽ നമ്പേഴ്സിനെയും ഇറാഷണൽ നമ്പേഴ്സിനെയും അതുപോലെ നമ്മൾ കണ്ടെത്തിയ എല്ലാ സംഖ്യകളെയും നമ്മൾ ഉൾപ്പെടുത്തുന്ന എന്താ സെറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന്റെയും ഇന്റിജേഴ്സിന്റെയും റിയൽ നമ്പേഴ്സ് റാഷണൽ നമ്പേഴ്സിന്റെയും കാര്യം പറഞ്ഞു. എന്താണ് ഇറാഷണൽ? നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? നമുക്കൊരു അബ്സല്യൂട്ട് വാല്യൂ, അതായത് പെർഫെക്റ്റ് വാല്യൂ തരാത്ത സംഖ്യകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇറാഷണൽ നമ്പേഴ്സ്. ഫോർ എക്സാമ്പിൾ √2. √2ന്റെ വാല്യൂ നമുക്കറിയാം. എന്താണ്? 1.414, അതായത് 1.414 എന്ന് പറയുന്നത്. അതിന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു ഈക്വൽ സൈൻ ഇട്ട് സൂചിപ്പിക്കാൻ പറ്റില്ല. പകരം നമ്മൾ എന്ത് ചെയ്യും? ഏകദേശ വില, അല്ലെ? എന്തുകൊണ്ടാണ് ഏകദേശ വില? √2ന്റെ പെർഫെക്റ്റ് വാല്യൂ അല്ല 1.414 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് റിയൽ നമ്പേഴ്സ് ഉപയോഗിക്കുന്നത്. റിയൽ നമ്പേഴ്സ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറയാറുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു R+Q+Z+ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഈ ഇസഡിലും ക്യൂവിലും ആറിലും ആരുൾപ്പെടുന്നുണ്ട്? നെഗറ്റീവ് നമ്പേഴ്സ് ഉൾപ്പെടുന്നുണ്ട്, അല്ലെ? അപ്പൊ നെഗറ്റീവ് നമ്പേഴ്സ് ഉൾപ്പെടുന്ന സംഖ്യ എന്താണ് സെറ്റുകളെ, അതായത് R+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് R എന്ന് പറയുന്നത്. അപ്പൊ R+ എന്താവും? സെറ്റ് ഓഫ് എന്തായി മാറും? പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. അപ്പൊ Q+ എന്തായി മാറും? സെറ്റ് ഓഫ് പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ്. അപ്പോ Z+ എന്തായി മാറും? സെറ്റ് ഓഫ് പോസിറ്റീവ് ഇന്റിജേഴ്സ് ആയി മാറും. അപ്പൊ ഇത്രയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നു ഫണ്ടമെന്റലി നമ്മൾ എന്ത് ചെയ്യേണ്ട, നമ്മളെ മനസ്സിൽ സേവ് ചെയ്യേണ്ട കാര്യങ്ങൾ. അതായത് N, Z, Q, R, R+, Q+, Z+. ഇവിടെ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് റാഷണൽ നമ്പേഴ്സും റിയൽ നമ്പേഴ്സും രണ്ടിലും സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ആറിലാണ്. പക്ഷേ ഇവിടെ വരുമ്പോ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോ ക്വോഷ്യൻ എന്ന് ആലോചിച്ചാൽ മതി. റിയൽ നമ്പേഴ്സ് ആകുമ്പോ ഓക്കെ, അതൊരിക്കലും എന്ത് ചെയ്യരുത്, മാറി പോകരുത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സെറ്റുകളെ നമ്മൾ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, അല്ലെ? അതായത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? N = 1, 2, 3, എക്സെട്ര എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് രണ്ട് രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് സെറ്റ്സിനെ എന്ത് ചെയ്യാം? രണ്ട് ഡിഫറന്റ് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ആ രീതിയാണ് ഒന്നെന്ന് പറയുന്നത് ആരാ? റോസ്റ്റർ മെത്തേഡ് അല്ലെങ്കിൽ ടാബുലാർ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് റോസ്റ്റർ അല്ലെങ്കിൽ ടാബുലാർ. സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ബിൽറ്റർ ഫോം. സെറ്റ് ബിൽറ്റർ ഫോം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് റോസ്റ്റർ മെത്തേഡ് അല്ലെങ്കിൽ ടാബുലാർ ഫോം, രണ്ടെന്ന് പറയുന്നത് സെറ്റ് ബിൽറ്റർ ഫോം. സെറ്റ് ബിൽറ്റർ ഫോമും റോസ്റ്റർ ഫോമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എന്ന് പറയുന്നത് ഇതിലുണ്ട് N = സെറ്റ് ഓഫ് 1, 2, 3, എക്സെട്ര എന്ത് ചെയ്യുന്നു? സെറ്റ് ക്ലോസ് ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാം എന്താണ് N എന്ന് പറയുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? തൊട്ടപ്പുറത്ത് അതുപോലെ എഴുതിയിട്ടുണ്ട്. N = സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. എന്ത് ചെയ്യുന്നു? നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ, ഒരു കാര്യത്തെ തന്നെ എന്ത് ചെയ്യുന്നു? ഞാൻ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്തേക്കാണ്. അപ്പൊ രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഒന്നിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റോസ്റ്റർ മെത്തേഡ് എന്നും മറ്റൊന്നിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെറ്റ് ബിൽഡർ ഫോം എന്നും പറയും. ഒന്നിനെ റോസ്റ്റർ മെത്തേഡ് അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്നും രണ്ടാമത്തേനെ സെറ്റ് ബിൽഡർ ഫോം. അപ്പൊ ഇത് നമ്മുടെ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. അതായത് വളരെ സിമ്പിൾ ആണ്. റോസ്റ്റർ ഫോം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എലമെന്റ്സിനെ സെറ്റിനകത്ത് കോമാസ് ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്ന രീതിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? റോസ്റ്റർ മെത്തേഡ്. അതായത് എലമെന്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ്ലി എന്ത് ചെയ്യുന്നു? നമ്മൾ സെറ്റിനകത്ത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെ നമ്മൾ റോസ്റ്റർ ഫോം എന്നും, എന്താണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അതായത് ബൈ ദി സെന്റൻസ് എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പൊ ബൈ ദി സെന്റൻസ് റെപ്രസെന്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നു. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു സെറ്റ്, സെറ്റ് ഓഫ് 1, 3,
5, 7, etc. അല്ലെ? ഇവിടെ എങ്ങനെ വായിക്കും? A is equal to set of 1, 3, 5, 7, etc. ഇതിനെ നമ്മൾ എന്ത് പറയും? ഇതിനെ റോസ്റ്റർ ഫോം എന്ന് പറയും. അപ്പൊ ഈ റോസ്റ്റർ ഫോമിന്റെ എന്തിലേക്ക് പോവാം? സെറ്റ് ബിൽഡർ ഫോം. അപ്പൊ എന്ത് നെയിം എന്തായാലും സെയിം തന്നെ ആയിരിക്കും. എന്ത് തന്നെയാണ്? A is equal to നെയിം എന്ത് തന്നെയാണ്? A is equal to സെറ്റ് ഓഫ്. അതിനും ചേഞ്ച് ഒന്നുമില്ല. എന്താണ് സെറ്റ് ഓഫ്? നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എങ്ങനെ പറയും? 1, 3, 5, 7. നമുക്കറിയാം എന്താണത്? സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ്. അതെന്താണോ അതങ്ങ് എഴുതിയാൽ മതി. എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ്. സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ്. നമ്മുടെ ഓഡ് നമ്പേഴ്സിനെ എന്ത് ചെയ്യുന്നു? എ എന്ന് പറയുന്ന സെറ്റിലേക്ക് വിളിച്ചു. എ എന്ന് പറയുന്ന സെറ്റിനെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെയൊക്കെ? ഒന്ന് സെറ്റ് ഓഫ് എന്താണ് റോസ്റ്റർ മെത്തേഡ് അല്ലെങ്കിൽ ടാബുലാർ ഫോം എന്നും, രണ്ട് സെറ്റ് ബിൽഡർ ഫോം. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇവൻ നമ്പേഴ്സ് റെപ്രസെന്റ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു എക്സാമ്പിളിലേക്ക് പോവാം. സി എന്ന് പറയുന്ന സെറ്റ് A, E, I, O, U. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അറിയാം. കുഞ്ഞു ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. AEIOU. AEIOU എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? വോവൽസ് ഓഫ് ആൽഫബറ്റ്. എന്താണ്? ആൽഫബറ്റിലെ വോവൽസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം എങ്ങനെ എഴുതും? നെയിമിന് ചേഞ്ച് ഒന്നുമില്ല. C is equal to എന്തായിരിക്കും? വോവൽസ് ഓഫ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് വോവൽസ് ഓഫ് എന്തായിരിക്കും? ആൽഫബറ്റ്. ആൽഫബറ്റിലെ വോവൽസിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ സി എന്ന് പറയുന്ന ഫോമിലേക്ക് കൊണ്ടുവരാണ്. അപ്പൊ എന്താണ് റോസ്റ്റർ ഫോം എന്നും എന്താണ് സെറ്റ് ബിൽഡർ ഫോം എന്നും. അപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സെറ്റിനെ പറ്റി പറഞ്ഞപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നെയിം ഓഫ് ദി സെറ്റ് ഈസ് ആൾവേസ് ആൻ ക്യാപിറ്റൽ ലെറ്റർ. നെയിം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എന്തായിരിക്കും? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. എലമെന്റ്സ് ഇൻ ബിറ്റ്വീൻ കേർലി ബ്രാക്കറ്റ്. കേർലി ബ്രാക്കറ്റിന് ഇടയിലായിരിക്കും എന്ന് പറയുന്നത്. എലമെന്റ്സ് എന്ന് പറയുന്നത് എലമെന്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ കോമാസ്. എലമെന്റ്സ് എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റഡ് എന്ത് ചെയ്യുന്നു? കോമാസ് ഉപയോഗിച്ചുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നു. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്യുന്നു? റെപ്പിറ്റേഷൻ ഓഫ് എലമെന്റ് ഈസ് നോട്ട് അലൗഡ്. എന്ത് ചെയ്യുന്നു? എലമെന്റ്സ് എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? റെപ്പിറ്റേഷൻ ഉണ്ടാകത്തില്ല. അതായത് ഇതിനകത്ത് 1 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടെങ്കിൽ വേറെ ഒരു സ്ഥലത്തും എന്തുണ്ടാവില്ല? 1 ഉണ്ടാകത്തില്ല. അപ്പൊ അതിനൊരു എക്സാമ്പിൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഈ റോസ്റ്റർ ഫോമിൽ തന്നെ നോക്കാം. ഉദാഹരണത്തിന് ഡി എന്ന് പറയുന്ന ഒരു എഴുതുകയാണ്. SCHOL അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ബിൽഡർ. അപ്പൊ ഇത്രയും നേരം നമ്മൾ എന്ത് ചെയ്യുന്നു? റോസ്റ്റർ ഫോമിൽ നിന്ന് സെറ്റ് ബിൽഡറിലേക്കാണ് പോയത്. നമുക്ക് എന്ത് ചെയ്യാം? നേരെ സെറ്റ് ബിൽഡറിൽ നിന്ന് റോസ്റ്ററിലേക്ക് വരാം. ഇങ്ങനെയാണ് പറയുന്നത്. ഡി എന്ന് പറയുന്ന സെറ്റ്. സെറ്റ് ഓഫ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണ്ട? ഇത് ഉപയോഗിച്ചില്ലെന്ന് കുഴപ്പമില്ല. നമ്മൾ എന്തായാലും ഇപ്പൊ എഴുതാണ്. സെറ്റ് ഓഫ് എന്താണ്? ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് സ്കൂൾ. എന്ത് ചെയ്യുന്നു? സ്കൂൾ എന്ന് പറയുന്ന വേർഡിലെ ലെറ്റേഴ്സ്. നമുക്കറിയാം സ്കൂൾ എന്ന് പറയുന്ന വേർഡിൽ ഏതൊക്കെയുണ്ട്? എസ് എന്ന് പറയുന്ന ലെറ്റർ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തു? എസ് ഉൾപ്പെടുത്തി. സി ഉണ്ട്, സി ഉൾപ്പെടുത്തി. എച്ച് ഉണ്ട്, ഉൾപ്പെടുത്തി. ഇവിടെ എന്തുണ്ടോ? 2 O ഉണ്ട്. എത്ര ഉണ്ടോ? 2 O ഉണ്ട്. പക്ഷെ നമ്മൾ സെറ്റിലേക്ക് എഴുതുമ്പോൾ എത്ര O മാത്രമേ എഴുതൂ? 1 O മാത്രമേ എഴുതൂ. കാരണം എന്താണ്? ദ റെപ്പിറ്റേഷൻ ഈസ് നോട്ട് അലൗഡ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു തവണ മാത്രം എഴുതുന്നത്. ദെൻ ലാസ്റ്റ് ലെറ്റർ ആയ എല്ലൂടെ എഴുതുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു റോസ്റ്റർ ഫോം കിട്ടിക്കഴിഞ്ഞാൽ സെറ്റ് ബിൽഡറിലേക്ക് എഴുതാൻ പഠിച്ചു. ഒരു സെറ്റ് ബിൽഡർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? റോസ്റ്ററിലേക്കും എഴുതാൻ പഠിച്ചു. വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ എന്താണ് മതിയാകും. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? എലമെന്റ്സ് കോമാസ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്ന രീതിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? റോസ്റ്റർ ഫോം എന്നും. സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു?
ബൈ ദി സെന്റൻസ് എഴുതുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നു. ഇനി സെറ്റ് ബിൽഡർ ഫോം എഴുതുമ്പോൾ നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യുന്നു? സച്ച് ദാറ്റ് എന്നും എലമെന്റ് ഓഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നോട്ട് ആൻ എലമെന്റ് ഓഫ് എന്ന് പറയുന്ന കുറച്ച് പുതിയ ആളുകളെ പരിചയപ്പെടും. അപ്പോ മുന്നോട്ടുള്ള എക്സാമ്പിളുകൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ഓരോരുത്തരായിട്ട് നമുക്ക് പരിചയപ്പെട്ട് വരാം. നമുക്ക് എന്ത് ചെയ്യാം? വളരെ സിമ്പിൾ ആയിട്ടുള്ള 1-2 എക്സാമ്പിളിലേക്ക് കൂടെ കടക്കും. ഇവിടെ 2 എക്സാമ്പിളുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഏത് ഫോമിലാണ് കിടക്കുന്നേ. നമ്മള് എലമെന്റ്സിനെ ഡയറക്ട്ലി റെപ്രസെന്റ് ചെയ്തേക്കാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്തെന്ന് പറയും? റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലാർ ഫോം. അപ്പൊ നമ്മൾ ഈ കിടക്കുന്ന റോസ്റ്റർ ഫോമിനെ എന്ത് ഫോമിലേക്ക് മാറ്റുക? സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റുക. അതായത് തന്നിരിക്കുന്ന സെറ്റിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റുക. സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റുമ്പോൾ പേരിനൊന്നും ചെയ്തതില്ല. എന്താണ്? A=2. നമുക്ക് വേണമെങ്കിൽ സെറ്റ് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്ത് ചെയ്യാണ്? 1, 4, 9, 16, 25 എക്സെട്ര. അപ്പൊ നമ്മുടെ റോസ്റ്റർ ഫോമിനെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട തന്നിരിക്കുന്ന എലമെന്റ്സിന്റെ കണക്ഷൻ അല്ലെങ്കിൽ എന്താണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. നമുക്കറിയാം 1, 4, 9, 16, 25. നമ്മള് 10ാം ക്ലാസ്സിലൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മള് സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പഠിച്ച സമയത്ത് പറഞ്ഞ കാര്യമാണ്. എന്താണ് ഇതെന്ന് പറയുന്നത്? നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സിന് നമ്മൾ എന്തെന്ന് പറയും? പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ്. അതായത് തന്നിരിക്കുന്ന റെപ്രസെന്റ് ചെയ്ത് എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ്. നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ്. എന്താണ് തന്നിരിക്കുന്നത് എന്ന് പറയുന്നത്? എന്തിന്റെ സെറ്റാണ്? സെറ്റ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ്. നമുക്ക് സെറ്റ് ഓഫിന് പകരം എന്തെന്ന് ഉപയോഗിക്കാം? കളക്ഷൻ ഓഫ് എന്നും പറയാം. കളക്ഷൻ ഓഫ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പൊ നമ്മള് തന്നിരിക്കുന്ന റോസ്റ്റർ ഫോമിനെ എതിലോട്ട് മാറ്റി? വളരെ സിമ്പിൾ ആയിട്ട് സെറ്റ് ബിൽഡർ ഫോമിലോട്ട്. അപ്പൊ ഇവിടെ മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്ക് എന്ത് ചെയ്യണം? ഡയറക്ട്ലി എന്ത് മനസ്സിലാക്കാൻ പറ്റണം? അതിന്റെ എന്താണ് റിലേഷൻ മനസ്സിലാക്കാൻ പറ്റണം. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് തന്നിരിക്കുന്നത് എന്തിലാണ്? സെറ്റ് ബിൽഡർ ഫോമിലാണ്. നമ്മൾ എന്തിലേക്ക് മാറ്റണം? റോസ്റ്റർ ഫോമിലേക്ക് മാറ്റണം. തന്നിരിക്കുന്നത് സെറ്റ് ബിൽഡർ ഫോമിലാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? റോസ്റ്റർ ഫോമിലേക്ക് മാറ്റാൻ പോവാണ്. എഴുതുമ്പോ നെയിം ക്യാപിറ്റൽ ലെറ്റർ ആണ്. റോസ്റ്റർ ഫോം ആകുമ്പോ എവിടെ സ്റ്റാർട്ട് ചെയ്യണം? എലമെന്റ്സ് ആർ ഇൻ ബിറ്റ്വീൻ കേർലി ബ്രാക്കറ്റ് ആണ്. കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100. 100ന് താഴെയുള്ള എണ്ണൽ സംഖ്യകൾ. ലെസ് ദാൻ എന്ന് പറയുമ്പോൾ അറിയാലോ 100ന് താഴെ. എവിടെ തുടങ്ങും? 1 തുടങ്ങി 3 തുടങ്ങി 1, 2, 3 എക്സെട്ര ഏത് വരെ വരും? 100ന് താഴെയാണ്. 100ന് താഴെ എന്ന് പറയുമ്പോ ഏത് വരെ വരൂ? 99. 100ന് എടുക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. കാരണം ലെസ് ദാൻ 100. അതേ സമയത്ത് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? 100ന് താഴെയോ 100ഓ ആകാം. ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിർത്തും 100 എന്ന് പറയുന്ന 100 അല്ല, തൊട്ട് താഴെയുള്ള നാച്ചുറൽ നമ്പർ ആയ 99ല് നിർത്തും. അപ്പൊ അതായത് ഈ തന്നിരിക്കുന്ന സെറ്റ് ബിൽഡർ ഫോമിന്റെ റോസ്റ്റർ ഫോം ആണെന്ന് പറയുന്നത് 1, 2, 3 എക്സെട്ര അപ് ടു 99 വരെ. ഓക്കെ. അപ്പോ ഇതാണ് എന്ന് പറയുന്നത് സെറ്റ് ബിൽഡർ ഫോമും റോസ്റ്റർ ഫോമും. വളരെ ചെറിയൊരു കാര്യമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ വളരെ സമയമെടുത്താണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാം കൂടി ഒന്ന് പെട്ടെന്ന് ഓടിച്ച് പറയാം. സെറ്റ് എവിടെ ചോദിച്ചാൽ നമ്മൾ പറയാ സെറ്റ് ഈസ് എ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഓബ്ജക്ട്. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, സെറ്റ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ. സെറ്റിന്റെ നെയിം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. തൊട്ടടുത്ത കാര്യം വരുമ്പോൾ സെറ്റിനകത്തുള്ള എലമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റേഴ്സിലായിരിക്കും. ദ എലമെന്റ്സ് ഓഫ് ലെറ്റേഴ്സ്. എന്താണ് എലമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എലമെന്റ്സ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിനകത്ത് വരുന്ന ഓരോ ആളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് എലമെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് എലമെന്റ് ഈസ് സെപ്പറേറ്റഡ് ബൈ കോമാസ്. കോമ ഉപയോഗിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സെപ്പറേറ്റ് ചെയ്യുന്നത്. ദെൻ മറ്റൊരു കാര്യം കൂടി, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം കൂടി പഠിച്ചു. എന്താണ്? ദ എലമെന്റ്സ് ആർ നോട്ട് റിപ്പീറ്റഡ്, അല്ലെങ്കിൽ ഓബ്ജക്ട്സ് ആർ നോട്ട്
റിപ്പീറ്റഡ് ഇൻ ദി സെറ്റ്. സെറ്റിനകത്ത് എന്ത് ചെയ്യില്ല, ഒരിക്കലും എലമെന്റ്സ് അല്ലെങ്കിൽ ഓബ്ജക്ട്സ് എന്ത് ചെയ്യത്തില്ല, റിപ്പീറ്റ് ചെയ്യത്തില്ല. ദെൻ മറ്റു രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. വാട്ട്സ് ഇൻഫൈനൈറ്റ്, ഫൈനൈറ്റ്. നമുക്കൊരു സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും, ഫൈനൈറ്റ് എന്നും. എണ്ണി തിട്ടപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും, ഇൻഫൈനൈറ്റ്. ഇവിടെ തന്നെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ രണ്ടാമത്തത്, കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 100. 100-നേക്കാളും ചെറിയ എണ്ണസംഖ്യകൾ. നമുക്കറിയാം 1 മുതൽ 99 വരെയാണ്. 99 വരെ ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം 1 മുതൽ 99 വരെ എത്ര സംഖ്യകളുണ്ട്, 99 സംഖ്യകളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്ന സെറ്റിനകത്ത് എത്ര എലമെന്റ് ഉണ്ടാകും, 99. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് 1, 4, 9, 16, 25 എക്സെട്ര എന്നാണ് പറയുന്നത്. ഇവിടെ അവസാനിക്കും എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്തെന്ന് പറയും, ഇൻഫൈനൈറ്റ് എന്നും ഇതിനെ നമ്മൾ എന്തെന്നും പറയും, ഫൈനൈറ്റ് എന്നും പറഞ്ഞു. ദെൻ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ച മറ്റൊരു കാര്യമാണ്, വാട്ട് ഈസ് എ റോസ്റ്റർ ഫോം ഓർ ടാബുലാർ ഫോം ആൻഡ് സെറ്റ് ബിൽഡർ ഫോം. റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. എന്താണ്, എലമെന്റ്സ് ഡയറക്ട്ലി നമ്മൾ എന്ത് ചെയ്യുന്നു, സെറ്റിനകത്ത് ഉൾപ്പെടുത്തുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റോസ്റ്റർ ഫോം എന്നും. എന്താണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈ സെന്റൻസ് ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെറ്റ് ബിൽഡർ ഫോം എന്നും പറയുന്നു. അപ്പോ ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി സെറ്റ് ബിൽഡർ ഫോം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു രീതിയിൽ എഴുതുന്നതാണ് നമ്മളിവിടെ പഠിച്ചത്. ഇതിന് എന്ത് ചെയ്യാം, കുറച്ച് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസോ അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, റെപ്രസെന്റ് ചെയ്യുന്ന രീതിയുമുണ്ട്. ആ രീതിയുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സച്ച് ദാറ്റ് എലമെന്റ് ഓഫ്, നോട്ട് ആൻ എലമെന്റ് ഓഫ്, അങ്ങനെ കുറച്ച് എന്ത് ചെയ്യുന്നു, ഗ്രീക്ക് സിമ്പിൾസ് ഉണ്ട്. ആ സിമ്പിൾസ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്ന പ്രോബ്ലംസുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം.